Hi friends, welcome to Rayyu world. കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത് എല്ലാ അമ്മമാർക്കും വളരെ സന്തോഷവും അതിലേറെ ടെൻഷൻ നിറഞ്ഞതുമാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എങ്ങനെ, എപ്പോൾ, എത്ര അളവിൽ കുട്ടികൾക്ക് കട്ടിയ ആഹാരം കൊടുത്തു തുടങ്ങാം എന്നതുള്ളതാണ്. ആദ്യം നാം അറിയേണ്ടത് കുട്ടി ഫുഡ് കഴിക്കാൻ റെഡിയാണോ എന്നാണ്. കുട്ടി സപ്പോർട്ടോട് കൂടിയോ അല്ലാതെയോ ഇരിക്കുക, തലയും കഴുത്തും ഉറയ്ക്കുക, ഫുഡ് കൊടുക്കുമ്പോൾ വാ അടയ്ക്കുകയും തുറയ്ക്കുകയും ചെയ്യുക, ചവയ്ക്കാൻ ശ്രമിക്കുക, വിഴുങ്ങാൻ അറിയുക, പാല് കുടിച്ചിട്ടും വിശപ്പ് മാറാതിരിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുക, ഇല്ലേൽ കുട്ടി ഫുഡ് കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റ് കാണിക്കുക. ഇവയൊക്കെയാണ് കുഞ്ഞ് ഫുഡ് കഴിക്കാൻ റെഡിയായോ എന്ന് അറിയാനുള്ള മാർഗം. ഈ സാഹചര്യത്തിൽ നമുക്ക് കുട്ടിക്ക് ഫുഡ് കൊടുത്തു തുടങ്ങാം. പണ്ടത്തെ അമ്മമാരൊക്കെ 3 to 4 months ആകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങും. എന്നാൽ ഇന്ന് 6 months ആവാതെ നമ്മുടെ കുട്ടികൾക്ക് നാം ഫുഡ് കൊടുക്കാറില്ല. ഇതിനു മെയിൻ കാരണം കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പലതരത്തിലുള്ള അലർജികളും വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഫുഡ് കൊടുത്തു തുടങ്ങാം? നമ്മുടെ പിഞ്ചോമനിക്ക് നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ 2-3 സ്പൂൺ മാത്രം കൊടുക്കുക. അതിനുശേഷം പതിയെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാം. അതും ബ്രസ്റ്റ് മിൽക്ക് കൺസിസ്റ്റൻസിയിൽ മാത്രമാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാവിലെ കൊടുക്കാനാണ്. എന്തെന്നാൽ നമ്മൾ രാവിലെ കൊടുക്കുമ്പോൾ നമുക്ക് ഫുൾ ഡേ കിട്ടും. എന്തെന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ കുട്ടിക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. 3-4 ദിവസം ഒരേ ഫുഡ് തന്നെ നമ്മൾ കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയായാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കുട്ടിക്ക് റിയാക്ഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. ഫുഡ് കൊണ്ടുണ്ടാകുന്ന പല അലർജികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ കൊടുത്ത ഫുഡ് നമ്മുടെ കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ ശ്വാസമുട്ടൽ, സ്കിൻ റാഷസ്, വോമിറ്റിംഗ്, വയറിളക്കം ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണേണ്ടതാണ്. കുട്ടിക്ക് നാം എന്ത് ഫുഡാണ് ആദ്യം കൊടുത്തു തുടങ്ങേണ്ടത്, എങ്ങനെയുള്ള ഫുഡുകളാണ് നാം ആദ്യം കൊടുത്തു തുടങ്ങേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചുടച്ച ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. സ്മാഷ് ചെയ്ത ഫ്രൂട്ട്സ്, സ്വീറ്റ് പൊട്ടാറ്റോ, കായ്പൊടി, റാഗി, വേവിച്ചുടച്ച പച്ചക്കറികൾ, പൊടിയരിക്കഞ്ഞികൾ ഇവയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ഇവയൊക്കെ നമുക്ക് കൊടുത്തു തുടങ്ങാം. നന്നായിട്ട് ലൂസായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് കുട്ടികൾക്ക് ദഹനം നടക്കുകയുള്ളൂ. നമ്മളുടെ കുട്ടികളെ ഒരിക്കലും കിടത്തിയിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക. എപ്പോഴും ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുക. നമ്മൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോഴും അമ്മയുടെ പാൽ നിർബന്ധമായും കൊടുക്കണം. കുട്ടിക്ക് ആവശ്യമായ പോഷകം അതിൽ നിന്നും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാം അമ്മയുടെ പാൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ വിറ്റമിൻ, ഒമേഗ ഫാറ്റ് ഇതൊക്കെ നമ്മുടെ അമ്മയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഞാൻ ഇന്ന് നിർത്തുകയാണ് ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണേ. താങ്ക് യു.